ഇന്നത്തെ ലോഡിൽ നമ്മൾ ആശ്രമം മൈതാനത്തോട്ടും നമ്മളെ വീട്ടിലോട്ടും അതായത് നമ്മളെ നഴ്സറി രണ്ടാം കുറ്റി കുമാർ നഴ്സറിയിലേക്കും കൊണ്ടുവന്ന ഒരു ലോഡ് ചെടിയാണ്. ലോഡ് ചെടിയുടെ വിശേഷങ്ങളും അത് ഇറക്കുന്നതും അട്ടിയിട്ട് വന്നതും അതേപോലെ തന്നെ കണ്ടില്ലേ നിറച്ച് ഫ്ലവറായിട്ട് ആകുമ്പോഴത്തേക്ക് ഓവറായിട്ട് നമുക്ക് പൊക്കി അട്ടിയിട്ട് വരാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ അട്ടിയിട്ട് വരും. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പം ഇറക്കാൻ പോകുന്ന ഒരു ലോഡ് ചെടിയാണ്. അതേപോലെ തന്നെ കുറേ സീസൺ ഐറ്റം, അതേപോലെ തന്നെ ജാതി, ഗ്രാമ്പ്, അതേപോലെ റംബുട്ടാൻ, കുറച്ച് മാംഗോഷിന്, അതേപോലെ തന്നെ കുറേ സീസൺ പ്ലാന്റാണ് തോട്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒരു ലോഡ് ചെടി. അത് അട്ടിയിട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്, കണ്ടില്ലേ, അട്ടിയിട്ട് വന്നേക്കുന്ന രീതിയാണ്. അന്നേരം ഇന്നത്തെ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്കൊരു കുമാർ നഴ്സറി ഷോർട്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്. അതും കൂടെ അഥവാ നമ്മളെ ചാനലിന് എന്തെങ്കിലും പറ്റിപ്പോയാലും നമുക്ക് വീണ്ടും സംസാരിക്കാനും ഇതേപോലുള്ള ലോഡൊക്കെ വരുമ്പോൾ കാണാനും അറിയാനും, അതേപോലെ തന്നെ ചെടികളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പൂക്കളെ പറ്റിയിട്ടൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. അന്നേരം നിങ്ങൾ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ലോഡിൽ ആദ്യമായിട്ട് ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൻസ് ഗ്രാമ്പ് എന്ന് പറയുന്ന സാധനമാണ്. ഏതൻസ് ഗ്രാമ്പ് പ്ലാന്റ് നല്ല മണമാണ്, ഇലയ്ക്കൊക്കെ നല്ല മണമുള്ള ഗ്രാമ്പ് ചെടിയാണ്. അതേപോലെ തന്നെ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ക്രിസാന്തിമ, അതേപോലെ തന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ആഫ്രിക്കൻ വയലറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, അതുപോലെ തന്നെ നല്ല ആന്തൂറിയം പ്ലാന്റ്. ആന്തൂറിയം പല കളറുകളുണ്ടായിരുന്നു, വൈറ്റ് ഉണ്ട്, വയലറ്റ്, ബ്ലാക്ക് കുറച്ച്, അതേപോലെ തന്നെ കുറച്ച് മെലസ്റ്റോമ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു വയലറ്റ് മെലസ്റ്റോമ, പണ്ടത്തെ കലമ്പട്ടിയുടെ ഹൈബ്രിഡായിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധനമാണ് മെലസ്റ്റോമ പ്ലാന്റ്. നല്ല രസമാണ്, നിറച്ച് പൂത്ത് മറിഞ്ഞ് കിടക്കുന്ന ഒരു പ്രതീതിയാണ് ആ പ്ലാന്റിനുള്ളത്. അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം വേണം. ഇതാണ് അതിൻ്റെ പൂവ്. അതേപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് കൊടുത്തില്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു ചെടിയാണ്, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇത് ക്രിസാന്തിമം, നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂനെ വെറൈറ്റിയാണ് ഈ ക്രിസാന്തിമം. അതിനകത്ത് ഒരെണ്ണത്തിൽ തന്നെ 3-4 തൈ വീതം കട്ടിങ് വെച്ചിട്ടാണ് അവർ വളർത്തുന്നത്. എന്നാലും കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് എടുത്തു. ഇതിപ്പോൾ ആശ്രമം മൈതാനത്തും കുറച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ രണ്ടാം കുറ്റി നഴ്സറിയിലും കുറച്ച് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസാന്തിമത്തിൻ്റെ പല വെറൈറ്റികൾ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രിസാന്തിമം പ്ലാന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതിന് ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല. മാക്സിമം ഇതിൻ്റെ ഫ്ലവറിൽ നിന്നും സീഡ് അഥവാ വരുന്ന സീഡിനെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല ഉണങ്ങിയിട്ട് അതിന് ശേഷം എടുത്ത് അത് പാവി കളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സീസണൽ പ്ലാന്റ് ആയതിനാലാണ് അത് പറഞ്ഞത്. ഇല്ലെങ്കിൽ കട്ടിങ് എടുത്ത് വെച്ച് നമുക്കിത് കിളിപ്പിക്കാൻ സാധിക്കും. കട്ടിങ്സിലൂടെ നമുക്ക് പുതിയ പ്ലാന്റുകളെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ക്രിസാന്തിമം. നമ്മളെ ക്ലൈമറ്റിൽ തന്നെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് പ്ലാന്റ് ചെയ്യണം. അതേപോലെ തന്നെ ആന്തൂറിയം സെമി ഷെയ്ഡ് ഏരിയയിൽ വെക്കുന്ന പ്ലാന്റാണ് ആന്തൂറിയം. അതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്ന പ്ലാന്റുകൾ തന്നെ കാണാനായിട്ട് ആണ് ഈ കാണുന്നത്. ഓറഞ്ച് വെറൈറ്റി, അതേപോലെ തന്നെ റെഡ്, അതുകൊണ്ട് ഡാർക്ക് പിങ്ക്, വയലറ്റ്, അതേപോലെ ബ്ലാക്കും കുറച്ചിരിപ്പുണ്ട്, അത് അകത്താണ് ഇരിക്കുന്നത്. അതിന് ഇതിപ്പോൾ നമ്മൾ അർവാനയാണ്, അർവാനയ്ക്കകത്ത് എല്ലാം കൂടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. സെറ്റ് ചെയ്ത് നമ്മളങ്ങോട്ട് കൊണ്ടുപോയി വെക്കാനായിട്ടൊക്കെ നമുക്ക് നഴ്സറി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ അർവാനയൊക്കെ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇത് തൂക്ക് ചെടിയാണ്, ഇപ്പം വന്നതാണ്. ആർച്ച് വിനീസ് വിഭാഗത്തിൽ വരുന്ന പ്ലാന്റാണ്. ആർച്ച് വിനീസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. അതിൻ്റെ ഒരു 10-100 ചെടിയോളം ഹാങ് പോട്ടിലുള്ളത് വലിയ പ്ലാന്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ച് നഴ്സറിയിലും അതേപോലെ തന്നെ കുറച്ച് ആശ്രമ മൈതാനത്ത് ഇപ്പോൾ 10-ാം തീയതി വരെ എക്സിബിഷൻ നീട്ടിയിട്ടുണ്ട്. അന്നേരം അവിടെയും കൂടെ കുറച്ച് പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പീലി അവിടെ ഭയങ്കര അലമ്പ്, ഒരു രക്ഷയില്ല. അന്നേരം ഒരു പാവ എടുത്ത് വെച്ചിട്ട് നിൽക്കുക, ഭയങ്കര അഹങ്കാരം അപ്പം വന്ന്. പിന്നെ അതേപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതേപോലെ തന്നെ ജെറേനിയത്തിൻ്റെ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന് ആശ്രമം മൈതാനത്ത് ഇറക്കി വെച്ചേക്കുന്ന ജെറേനിയമാണ് ഈ കാണുന്നത്. ജെറേനിയം പ്ലാന്റ് പല വെറൈറ്റി കളറുകൾ കണ്ടു. അന്നേരം അതിനകത്ത് തന്നെ ഡാർക്ക് വെള്ളയ്ക്കകത്ത് ഒരു മജന്ത കളറുള്ളത്, അതേപോലെ തന്നെ ഡാർക്ക് റെഡ്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, എല്ലാം കൂടെ ചോപ്പ്, ഇതെല്ലാം കൂടെ ഇപ്പം അറിയാം. ഇത് ഒരുപാട് പ്ലാന്റില്ല, 199 ചെടിയാണ് ആകെ കിട്ടിയിട്ടുള്ളത്. കാര്യം ഇനിയിപ്പം 10-15 ദിവസത്തെ എക്സിബിഷൻ ആണല്ലോ ഉള്ളത്. അന്നേരം അതനുസരിച്ച് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് റോസിൻ്റെ ലോഡൊക്കെ വരാനുണ്ട്. അന്നേരം അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ പിങ്ക് വൈൻ ഫുൾ സെറ്റ്, അതായത് ഹാങ് പോട്ടിനകത്ത് ഇട്ടേക്കുന്ന പിങ്ക് വൈനാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇത് സ്ട്രിങ് ഓഫ് ബനാന അല്ലെങ്കിൽ പേള്, അതേപോലെ തന്നെ കുറച്ച് നല്ല സുന്ദരമായ ബിഗോണിയ, അതേപോലെ നല്ല കുറച്ച് ഹാങ് പ്ലാന്റ്. ഇത് നമ്മളെ പെട്ടിയാട്ടോയാണ്. പെട്ടിയാട്ടമൊക്കെ അത്യാവശ്യം ഓടിക്കും കേട്ടോ, നല്ല രസമാണ് പെട്ടിയാട്ടം ഓടിക്കാനായിട്ട്. അതിനകത്ത് ഇപ്പം ഹർത്താലായതുകൊണ്ട് ഇന്നലെ തന്നെ ഇന്ന് അതിരാവിലെ വന്ന് അതിനകത്ത് കയറ്റി നമ്മൾ എക്സിബിഷൻ സ്റ്റാളിൽ കൊണ്ടുപോയി കയറ്റി വെച്ചു പ്ലാന്റുകൾ. അന്നേരം കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് നമ്മളത് കൊണ്ടുപോയത്. സാധാരണ വലിയ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലും അഥവാ വല്ല സീനും ആയാലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ഇറക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ്.
അതേപോലെ തന്നെ കൊണ്ടുവരുന്നത് അതിനകത്തായപ്പോഴത്തേക്ക് അങ്ങ് നിറഞ്ഞ്. അതേപോലെ തന്നെ കുറേ ഹാങ്ങിങ് പ്ലാന്റും അതേപോലെ തന്നെ കുറേ എന്താ പറയുക കുറച്ച് ഫേണും. ഫേൺ എന്ന് പറഞ്ഞാൽ തൂക്കിലുള്ള ഫേൺ ഒരുപാടൊന്നും ഇല്ല, കുറച്ച് ഉള്ളതെല്ലാം കൂടെ നുള്ളിപ്പറക്കി ഒരു ലോഡാക്കി കഴിഞ്ഞ് പോരുന്നു. അന്നേരം അത് എല്ലാം കൂടെ സെറ്റ് ചെയ്താണ്ട് നമ്മൾ ആശ്രമ മൈതാനത്ത് ഇപ്പോഴത്തെ സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതേപോലെയാണ്. ഇതാണ് നമ്മുടെ പവലിയൻ. അതിനകത്ത് ശ്രീലങ്ക മുല്ല, അതുകൊണ്ട് മുസാന്ത, അതേപോലെ തന്നെ റോസ്, മുല്ല, പിച്ചി, അതേപോലെ തന്നെ അരളി, അതേപോലെ ഫുള്ളൊന്ന് ഓടിച്ച് കാണുവാണ്. ചട്ടിയുള്ള റോസ്, വലിയ കവറിലുള്ള റോസ്, അതേപോലെ സീസൺ പ്ലാന്റ്, ഓർക്കിഡ്, ഫെനലോപ്സിസ്, അതേപോലെ തന്നെ അല്ലറ ചെടികൾ, കുറച്ച് കാക്ടസ് വെറൈറ്റീസ്, അതേപോലെ തന്നെ അതുകൊണ്ട് മോൺസ്റ്ററ ഡെലിസിയോസ, നല്ല ഭംഗിയുള്ള കുറച്ച് അരാലിയ ബോൾ, വൈറ്റ് അരാലിയ ബോൾ, അതുപോലെ ചെറി, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, അതേപോലെ തന്നെ ജെറിബറ, കുറച്ച് നല്ല അടിപൊളി ജെറിബറയൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നു. അതേപോലെ മാവ്, പ്ലാവ്, തെങ്ങ്, കവുങ്ങ്, അതിനകത്ത് പറയുന്ന കണക്ക് അമ്പഴങ്ങ, മധുര അമ്പഴങ്ങ, പലതരം ചാമ്പങ്ങ, അതേപോലെ ചക്ക നെല്ലിക്ക, കുരുമുളക്, പിന്നീട് ഇപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മധുര തുളസി, വിക്സ് തുളസി, അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ആന്തൂര്യത്തിൻ്റെ തൈ, അതേപോലെ തന്നെ നമ്മൾ ലക്കി ബാമ്പു എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. ഈ പുറത്ത് കൊണ്ടുവന്ന കുറച്ച് ലക്കി ബാമ്പു, അത് ചെറിയ ബൗളിനകത്താക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നമ്മൾ ആ നഴ്സറിയിൽ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ഇപ്പോൾ ഉള്ള പ്ലാന്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിവിടെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കുറേ ചെടിയും അതേപോലെ തന്നെ പൂക്കളും, അതേപോലെ തന്നെ കൊല്ലം ആശ്രമ മൈതാനത്ത് എക്സിബിഷൻ 10-ാം തീയതി വരെ ഇങ്ങനെ നീട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അന്നേരം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ, ഇനിയും സമയം കിട്ടാത്തവർ, അതേപോലെ തന്നെ നമ്മളെ ചെടി പ്രേമികൾക്ക് എല്ലാവർക്കും 10-ാം തീയതി വരെ വന്ന് നമ്മൾ ആശ്രമ മൈതാനത്തുള്ള നമ്മളെ എക്സിബിഷൻ പവലിയനൊക്കെ കാണാനായിട്ട് സാധിക്കും. അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. നന്നായിട്ട് കയറി വന്നിട്ട് പിന്നെ സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക എംഫോട്ടൊക്കെ പോലുള്ള വലിയ ചാനലിൻ്റെ വരെ എന്താ പറയുക ചാനൽ ഹാക്കായി പോകുന്നുണ്ട്. അന്നേരം ഹാക്കാക്കി ആളുകൾ എടുക്കുന്നുണ്ട്. അന്നേരം മാക്സിമം നമുക്കൊരു ചാനലിലൂടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുമാർ നഴ്സറി ഷോർട്സ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. കുമാർ നഴ്സറി ഷോർട്സിന് വേണ്ടിയിട്ടാണ്. അഥവാ ഒരു ചാനലിന് എന്തെങ്കിലും പറ്റിപ്പോയാലും നമുക്ക് വീണ്ടും കാണാനായിട്ടും അതേപോലെ തന്നെ പരിചയപ്പെടാൻ വേണ്ടിയും സംസാരിക്കാനും അതേപോലെ തന്നെ ചെടികളുടെ കെയറൊക്കെ അറിയാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഇനിയുള്ള നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കമൻറ്റ് രൂപേണ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ, നമ്മളെ ചാനലൊക്കെ ഇഷ്ടമായോ എന്നറിയുന്നത് നമുക്ക് ലൈക്കിലൂടെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ലൈക്കും കൂടെ ചെയ്യുക. അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.